ഉണ്ടാക്കാൻ പോകുന്നത്, ഇതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഇതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ആദ്യം സ്പൂൺ തിന്നാൻ ഇല്ലാതെ സമർപ്പിക്കാം. ഏകദേശം ഓക്കെയാണ്. ഉപ്പൊക്കെ ഏകദേശം റെഡിയാണ്. ഇനി ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മളെ ബിരിയാണി. സോ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടി വരും. ഞാൻ ആദ്യം ഈ സ്റ്റാൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യട്ടെ ഇവിടെ, കാരണം നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. അതായത് നോക്കണം. Oh my God! ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. ഞാൻ ആദ്യം കരുതിയിരുന്നത് പിന്നെ നമ്മളെ സാധാ ബിരിയാണി ദമ്മൊക്കെ ഇട്ട് ചെയ്യാൻ കരുതിയിട്ടുണ്ട്. പിന്നെ അതിനൊരു ഒന്ന് മൂഡ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് പണികളുണ്ട്. അപ്പോൾ പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ആക്കിയിട്ട് പിന്നെ ടൈം കമ്മിയായിരുന്നു, മസാല കൂട്ടി ചേർത്ത് പറഞ്ഞായിരുന്നു. പക്ഷേ ഇതാകുമ്പോൾ ഏറ്റവും സിമ്പിൾ, എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സിമ്പിൾ ഇതിനാവും. ये पूरा अच्छा रहेगा। अच्छा ये मेरे वाली तो ना अच्छा ये
സോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ നാട്ടിലത്തെ ബിരിയാണി അതൊന്നും നമ്മൾ ചിന്തിക്കരുത്. അങ്ങനത്തെ മസാല ബിരിയാണി ഒന്നും ആവില്ല, എല്ലാം മിക്സ്ഡ് ആയിക്കണം. കാരണം സാധനങ്ങളുടെ പരിമിതി എത്രത്തോളം. അപ്പോൾ എനിക്ക് ഞാൻ ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം, കാണാൻ പറ്റുമോ എനിക്കറിയില്ല. ഇതാണ് നമ്മളെ ബിരിയാണിൻ്റെ ഒരു വർഷം. ഫോണായിട്ട് വല്ലാണ്ട് പിടിക്കാൻ പറ്റില്ല, കാരണം തിളക്കുകയാണ്. സോ എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കഴിക്കാം. ഓക്കെ, നമ്മൾ ബിരിയാണി ഏകദേശം റെഡിയാണ്. ചെറിയൊരു പാളി ചെറുതുള്ളൂ. ആവി ഇല്ല, പാത്രം ഒന്നായിട്ട് തുറന്നു, വിരലുമൊക്കെ മാത്രം ആവിയായി. ചെറുങ്ങനെ ഒന്ന് പൊള്ളി, പക്ഷേ അതിൻ്റെ പാടാളൊന്നും കാണുന്നില്ല. പക്ഷെ നല്ല പൊള്ളല്ല. നമുക്കൊരു അതിഥി വരുന്നുണ്ട്. അതിഥിനെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ നമ്മളെ അതിഥികൾ വരുന്നുണ്ട്. അതിഥികൾ ഒരുപാട് പേര് മെസ്സേജ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഒന്ന് നമ്മളെ അക്കൗണ്ടൻ്റാണ് മുനീർ, നമുക്കറിയാം, പെരുന്നാക്കാൻ കാണിച്ചത് സ്റ്റിക്കർ ഇട്ട് കളിക്കുന്നുണ്ടില്ലേ. പിന്നെ അതുപോലൊക്കെ വരുന്നുണ്ട്. നമുക്ക് ചില്ലറ പരിപാടികളുണ്ട്. ഒരു അതിഥിൻ്റെ വോയിസ് ഒക്കെ എൻ്റെ നെറ്റില്ല, ഞാൻ വേറെ ഫോണിൽ വിളിക്കണ്ട. ഈ നമ്പർ തന്നെ അല്ല എൻ്റെ കോളിംഗ് നമ്പർ. യെസ്, ഈ നമ്പർ തന്നെയാണ്. ഈ നമ്പറിൽ വിളിച്ചായി. എൻ്റെ കൈ പൊള്ളി ചെറുങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതൊന്നും പ്രശ്നമില്ല, കാരണം നമ്മളിവിടെ വലിയൊരു സർപ്രൈസ് ഉണ്ട്. അത് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണ പോലെ വമ്പ സർപ്രൈസാണ്. ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒരാൾക്കും വേണ്ടിയിട്ടാണ്, വൻ സർപ്രൈസ് ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഉണ്ട്. ഇനി എന്താണ് പാർട്ടി പരിപാടികളൊക്കെ ഞാൻ പറഞ്ഞുതരാം, അത് വെയിറ്റ് ചെയ്യും. ആദ്യം തന്നെ നോക്കട്ടെ, അത് അവിടെ നിന്ന് ഒച്ചയും പൊളിയും നോക്കണ്ട. നമ്മളെ ചെക്കൻ ഫോം വിളിക്കണം. ഫോം വിളിക്കുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അറിയാലോ. സോ ഇനി എനിക്കൊന്ന് കുളിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് നല്ല രീതിയിൽ ഫ്രഷ് ആവണം, കാരണം ഷോപ്പിൽ നിന്ന് വന്നല്ലേ. പിന്നെ ഈ ആവി പുകയൊക്കെ തട്ടിയതാണ്. അപ്പോൾ ഒന്ന് കുളിച്ച് വൃത്തിയായി ഇവരൊക്കെ വരുമ്പോൾ തന്നെ നമുക്കെല്ലാം സെറ്റപ്പാക്കി ഫുഡിനൊക്കെ എല്ലാ സെറ്റപ്പും റെഡിയാക്കണം. ഓക്കെ, പാശ്ചാത്യ രാജ്യക്കാരുടെ കഫേയാണ് അത്. ബ്രോക്കർ കഫേ. ആ, അതായത് നെക്സ്റ്റ് ബിൽഡിങ് കണ്ടില്ലോ. അതിന് തൊട്ടപ്പുറത്ത് ബിൽഡിംഗ്. അതിന്റെ ഈ തവക്കലിന്റെ ബ്രോക്കർ കഫേന്റെ മറക്കൂർ ഒരു റോഡ് ഉണ്ടാവും. ഈ ഭാഗത്താ തവക്കൽ ഫർണിച്ചർ എന്നൊരു പിങ്ക് യെസ് ഗ്രാൻഡ് സ്റ്റൈൽ ഉണ്ടോ? ആ, അതിന്റെ തവക്കലിന്റെ മുന്നിൽ ചെല്ലി. അതിന് മുന്നിൽ നിന്നോ, ഞാൻ നേരെ മുന്നിൽ കാണുന്നുണ്ട് ഗ്രാൻഡ് സ്റ്റൈൽ. ആ, അതിന്റെ വലത്തെ ഭാഗത്ത് നോക്കിയാ ബ്രോക്കർ കഫേ ഉണ്ടോ? ആ, ബ്രോക്കർ കഫേ ഉണ്ടോ? ആ, ഇനി അതല്ലേ അതിന്റെ ബ്രോക്കർ കഫേ അതല്ലേ. ആ, അതിന്റെ അപ്പുറത്തെ ബിൽഡിംഗ് ഉണ്ട്. കുറച്ച് ആൾക്കാർ പിന്നെ നമുക്ക് ശ്രമിച്ചിട്ടുണ്ടോ? കണ്ടോ? അതായത് പിന്നെ ബ്രോക്കർ കഫേന്റെ അപ്പുറത്തെ ബിൽഡിംഗ് ഒരാൾ കഴിഞ്ഞ പ്രധാനമായിട്ട് ബിൽഡിംഗ് ഉണ്ടോ? ഫ്രണ്ടിൽ വലിയ വിളിച്ചോണ്ടോ കുറെ നമുക്ക് കുറച്ച് മണിക്കണോ? ആ, ഞാൻ ബിൽഡിങ്ങിൽ കയറി തൊട്ടപ്പുറത്തേക്ക് കുറേടോ. ആ ബിൽഡിങ്ങിൽ കയറും. ആ, അവിടെ ആകെ ആൾക്കാർ വല്ല നോക്കണ്ടോ? അപ്പുറത്തെ ആളിങ്ങനെ ബിൽഡിംഗ് വന്നിട്ടുണ്ടോ? ലാസ്റ്റ് ബിൽഡിംഗ് ആണ്. എന്നാ ബിൽഡിംഗ് കയറി. മൂന്നോ? അതായത് ബ്രോക്കർ കഫേന്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിനെ. ആ, അത് വരും. ആ, നീ ലിഫ്റ്റ് പറയട്ടെ. ആ, ലിഫ്റ്റിന്റെ അടുത്ത അവസ്ഥ. ആ, ഇനി കയറി. ആ, ലിഫ്റ്റ് നക്കിക്കണല്ലേ? ലിഫ്റ്റ് നക്കി. ആ, എന്നാ ആയിക്കോട്ടെ. പിന്നെ
അല്ല എനിക്ക് ഇവിടെ കാണുന്നുണ്ട് ലിഫ്റ്റ് താഴത്തേക്ക് വരുന്നുണ്ട് ലിഫ്റ്റ്. എത്രയിലാ? 1 നമ്മളെ അതിഥി വരുന്നുണ്ട്. അതിഥി നിലമ്പൂരിൽ നിന്നാണ്. ഇൻസ്റ്റഗ്രാം കൂടി കിട്ടിയാൽ മതി. ഫ്ലോർ ഒന്ന് കേട്ടോ. വെയിറ്റ്. അതാ ഇതാണ് നമ്മളെ അതിഥി. ഇത് ഇന്നൊക്കെ ഇല്ലാണി. ഇതാണ് ലോക്കായോ നിങ്ങൾക്ക് സെപ്പറേറ്റ് കീകണ്ട്. ഇതാണ് നമ്മളുടെ വീട്. വെൽക്കം ടു മൈ ഹോം. നല്ല സെറ്റപ്പാണ്. ഷൂക്ക് അവിടെ ഇവിടെ വെക്കാം, പ്രശ്നമൊന്നുമില്ല. അവിടെ വെച്ചോ, അവിടെ എവിടെയൊക്കെ വെച്ചോ. ഇതിൻ്റെ തന്നെ ഉണ്ട്. ഇതിൻ്റെ ബോസിലാറെ ഷൂ ആയിട്ടേക്ക്. എന്നിട്ട് ഇന്നോട് ഹായ് ബോലോ आज क्या पार्टी है? അങ്ങനെ എന്തോ പരിപാടിയാ. ഇത് നമ്മളെ ചെക്കൻ. ഇവര് മറ്റേ കുട്ടികളുണ്ടെങ്കിൽ പറയണ്ടി കേട്ടോ. നമ്മളെല്ലാ दोनों मिक्स है. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ക്ലിപ്സ് ഒന്നും ഞാൻ കാണാതെ എടുത്തു വെച്ച ക്ലിപ്സാണ്. ഇത് മുനീർ, ഇത് നമ്മളെ സ്റ്റോറിലുള്ള വേറെ ആളും കൂടിയാണ്. സോ ഇവരെടുത്ത് വെച്ചിരുന്ന ക്ലിപ്സാണ്. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ ആഡ് ചെയ്യണം. കാരണം ഒരു സന്തോഷമുള്ള നമ്മളെ സന്തോഷം. ഓക്കെ, നിങ്ങളെതെല്ലാം കിട്ടണില്ല നിങ്ങൾക്ക്. നിങ്ങളെ ഉള്ളിൽ നിങ്ങൾ താണ്ടവും ആടുപോലെ. ഐസ്ക്രീം അല്ല തൈരാണ് പറഞ്ഞു കൊടുക്കുക ആൾക്കാർക്ക്. ഇത് ഐസ്ക്രീം അല്ല തൈരാണ് പറഞ്ഞു കൊടുക്കുക. സ്മെല്ലൊന്നും കൂടി മടിയില്ലേ? ഞാൻ ഉണ്ടാക്കി പറയല്ല, അടിപൊളിക്കാരൻ. തിന്നിട്ട് ബാക്കി പറയാ.